ശരിയാക്കിയെടുക്കാം. എൻ്റെ ഈ ബ്യൂട്ടീഷ്യനിൽ വരുന്ന എല്ലാവരെയും ഞാൻ സുന്ദരിയാക്കിയാണ് വിടാറ്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നല്ല ഒരു പേരാണ്. ഈ ചിമ്പുവിനെ ഞാനിന്ന് നല്ല സൗന്ദര്യവതിയാക്കി എടുക്കും. നിങ്ങൾ നോക്കിക്കോ, അവളുടെ ഫേസിൽ ഷാമ്പൂ ഒക്കെ തേച്ചാക്കി കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവൾ ഒരു ടവൽ കൊണ്ട് നമുക്ക് തോർത്തി കൊടുക്കാം. ഹെയർ ഒക്കെ ഒന്ന് തോർത്തി കൊടുക്കാം. കണ്ടില്ല, ഹെയർ തോർത്തുമ്പോൾ പൊങ്ങി മുടിയൊക്കെ ഇരിക്കുന്നത് കണ്ടോ ഗൈസ്? ഓ, ഇവളെ കാണാനൊരു സുന്ദരിയൊക്കെയാണ്. കണ്ടോ കണ്ടോ, എന്ത് രസത്തിലാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുടിയൊക്കെ ആക്കി കൊടുക്കുന്നത് കണ്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് മുടിയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാം. വാവ്, അവളുടെ ഫേസ് നോക്കി എന്ത് സന്തോഷത്തോടെ അവൾ ഇരിക്കുന്നതാണ്. കണ്ടില്ലേ, നല്ല അതുപോലെ ഹെയറൊക്കെ ഇനി നമുക്കൊന്ന് ഉണക്കി കൊടുക്കാം. ഇനി ഉണക്കി കൊടുത്തിട്ട് കണ്ടോ, ഈ ഹെയർ ഒന്ന് ശ്രദ്ധിച്ച്, ഈ മുള്ളമ്പന്നിയുടെ ഒക്കെ മുള്ളു പോലെയൊക്കെ ഇരിക്കുന്ന കണ്ടില്ല, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റൈലിൽ അവളെ ആക്കുന്നതാണ്. ഇനി നമുക്കൊന്ന് ചീപ്പും കൊണ്ട് നല്ല ഈരി വയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, നല്ല രീതിയിൽ നമുക്ക് അവളെ ഒന്ന് ഈരി കൊടുക്കാം. അവൾക്ക് സന്തോഷം വരുന്നുണ്ട്. എൻ്റെ ഇത്രയും നല്ല ഒരു അവളെ ഒരുക്കുന്നത് കൊണ്ട് സന്തോഷം വരുന്നുണ്ട്. ചെറുതായിട്ട് കുറച്ച് മുടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അവൾക്ക് മുടി വെട്ടുമ്പോൾ വലിയ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല, എങ്കിലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് അതൊക്കെ ഒന്ന് അവളെ മുടിയൊക്കെ തേച്ചൊന്ന് വെട്ടിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അവൾക്ക് ഇപ്പൊ ചെറുതായിട്ട് സന്തോഷമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് മുടി നീളുന്ന ഒരു മരുന്നുണ്ട്, അത് തേച്ച് അവൾക്ക് കുറച്ച് മുടി നമുക്ക് നീട്ടിക്കൊടുക്കാം. എന്താന്ന് വെച്ചാൽ അവളുടെ കുറച്ച് മുടി ഞാൻ കട്ട് ചെയ്തു. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി എന്നോട് മുടി വളരുന്ന ഒരു ഹെയർ ഓയിൽ ഉണ്ടെന്ന്. അത് തേച്ച ഉടനെ കണ്ടില്ലേ ഗൈസ്, അടിപൊളിയായിട്ട് മുടി വളർന്നിട്ടുണ്ട്. ഈ ഹെയർ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണേ, ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരാം. ഇനി നല്ലതുപോലെ ഹെയറൊക്കെ ഒന്ന് ഈരി ഇട്ട് കൊടുക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ ഒരു ചിഹ്നം ഇടണേ, ഇടാൻ മറക്കരുതേ. കണ്ടില്ലേ, മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. നല്ല ഹാപ്പിയാണ്. ഇനി നമുക്ക് ആ മുടിയൊക്കെ ഒന്ന് ചുരുട്ടിയെടുക്കുന്ന സംഭവമാണിത്. അതിന് കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല. ആ സംഭവമൊക്കെ വെച്ചൊന്ന് ഞാൻ ചുരുട്ടി സെറ്റാക്കുന്നുണ്ട്. നിങ്ങളോർക്കും എനിക്കെന്താ അതിൻ്റെ പേരൊന്നും അറിയാത്തതെന്ന്. അതൊക്കെ എനിക്ക് അറിയാം ഗൈസ്, ഇപ്പൊ മറന്നുപോയി. ഇനി അവളുടെ മുടിയിലൊരു ഹെയർ കളറൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല റോസും ഇതുമാണ് ഒക്കെ ചെയ്ത് കൊടുത്തത്. പക്ഷെ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറയുന്നത്. എങ്കിലും നമുക്ക് പ്രശ്നമില്ല, നമുക്കെന്നാൽ വേറെ ഒരെണ്ണം ചെയ്ത് കൊടുക്കാൻ. കണ്ടില്ല, ഇത് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇതവിടെ സെറ്റാക്കി കുറച്ച് കളറും കൂടി കൊടുക്കാം ഗൈസ്. കണ്ടില്ലേ, അടിപൊളി കളർ. അവൾക്ക് ഇത് ഭയങ്കരമായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവളുടെ ചിരി കണ്ടില്ലേ, എന്ത് ഭംഗിയായിട്ട് അവൾ ചിരിക്കുന്നത്. പിന്നെ അവളുടെ ഹെയർ കളർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് വരുത്തുന്നത് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ അതും ഇതുമെല്ലാം തേച്ച് അവളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി ഒരു കണ്ണാടി, സ്റ്റാറിൻ്റെ കണ്ണാടി വെച്ച് കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടില്ല. ഈ കണ്ണാടി മതി പറഞ്ഞു. പിന്നെ ഇതൊരു ഹെയർ ബാൻഡാണ്, അത് വെച്ചപ്പോൾ അവൾ ഹാപ്പി ആയി ഗൈസ്. ഇനി ഒരു മാലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു കമ്മലും കൂടി ഇട്ട് കൊടുക്കണം. വാവ്, അവളെ നോക്കിക്കോ, അവളുടെ ലുക്ക് നോക്കിക്കോ. വാവ് ചിപ്പു, വാവ്, എന്ത് ഭംഗിയാ. ഇനി അടുത്തത് നമുക്ക് പരമുവിനെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് കസ്റ്റമർ പരമു. വെൽക്കം പരമു. പരമുവിന്റെ ഇരിപ്പ് കണ്ടില്ലേ ഗൈസ്? പരമുവിന് സന്തോഷം വരുന്നുണ്ട്. ആദ്യം പരമുവിന് ഷാമ്പു ഇട്ട് കൊടുത്തു, മുഖത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരമുവിന്റെ മുഖം ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് വെള്ളമെല്ലാം കൊണ്ട് ശരിയാക്കി എടുക്കാം. പരമുവിന്റെ മുഖം കണ്ടു തുടങ്ങി ഗൈസ്. പരമുവിന്റെ ഇരിപ്പൊന്ന് നോക്കിക്കേ ഗൈസ്, തലയൊക്കെ കുലുക്കിയുള്ള ആ ഇരിപ്പ് കണ്ടില്ലേ പരമുവിന്റെ? പരമു ഹാപ്പി ആയിട്ടുണ്ട്. ഇനി ടവൽ കൊണ്ട് നമുക്കൊന്ന് പരമുവിനെ തോർത്ത് കൊടുക്കാം. പരമുവിന്റെ ഹെയർ ഇങ്ങനെ പോക്കുമ്പോൾ പരമുവിന് ചിരി വരുന്നുണ്ട്. ഇടയ്ക്ക് പരമുവിന്റെ മുഖം വല്ലാതെ വിഷമിച്ചതുപോലെ. ഇനി നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. പരമുവിന്റെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നോക്കിയേ ഗൈസ്. ഇതൊക്കെ നമ്മളിന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. പരമുവിന്റെ മുടി ഇന്ന് നമ്മൾ സെറ്റപ്പായി എടുക്കുന്നതായിരിക്കും.
അതുകൊണ്ട് ഇനി കുറച്ച് മുടി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഉണ്ടല്ലോ, പരമൂൻ്റെ കുറച്ച് മുടി കട്ട് ചെയ്ത് കൊടുത്തു. പരമൂന് ചിരി വരുന്നുണ്ട് ഗൈസ്. പരമൂൻ്റെ ചിരി നോക്കിക്കേ, പരമൂൻ്റെ കണ്ണൊക്കെ നോക്കിക്കേ. ഇനി പരമൂനോട് ഞാൻ ചോദിച്ചു മുടി വളരുന്നത് വേണോന്ന്. അപ്പം പരമു വേണ്ട പറഞ്ഞു. അപ്പോൾ അത് ഇട്ട് കൊടുക്കാത്ത എനിക്ക് കുറച്ച് വിഷമമുണ്ട്. അത് കുഴപ്പമില്ല, പരമു ഇനി വരുമ്പോൾ ഇടാം. ഇനി പരമുവിൻ്റെ മുടിയിൽ ഞാനിതാ ഈ ഒരു റോസ് സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അത് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലുക്കൊക്കെ പരമുവിന് വന്നിട്ടുണ്ട്. പിന്നെ ആ ബ്ലൂ സംഭവം ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുക്കുമ്പോൾ നല്ല രസമാണ്. ഇനി പരമുവിന് നമുക്ക് ഹെയർ കളർ ചെയ്യാം. ഹെയർ കളർ പരമുവിന് ഞാൻ ഇട്ട് കൊടുത്ത ഈ കളർ പരമുവിന് ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ വേറൊരു ബ്ലാക്ക് തന്നെ ഇട്ട് കൊടുത്തു. ഇപ്പൊ പരമുവിന് സന്തോഷമൊക്കെ വന്നിട്ടുണ്ട്. പരമു നീ വിഷമിക്കണ്ട പരമു, ഞാൻ നിന്നെ സെറ്റപ്പ് ആക്കി വിടുള്ളൂ. ഒന്ന് യെല്ലോ ഇട്ട് കൊടുത്തു നോക്കാം ഗൈസ്. പരമുവിനെ യെല്ലോ ഇട്ട് കൊടുത്തപ്പോൾ പരമുവിൻ്റെ മുഖം ആകെ സങ്കടത്തിലായി. അതുകൊണ്ട് ഞാനത് മാറ്റി ഈ കളർ ഇട്ടപ്പോൾ പരമുവിന് സന്തോഷമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് തന്നെ സെറ്റാക്കി. പരമുവിന് പിന്നെ ഈ ഡ്രസ്സ് മതി ഗൈസ്. ബോയ്സിൻ്റെ ഡ്രസ്സ് ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ട് പിന്നെ അതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ കണ്ണാടിയും കൂടെ വെച്ചപ്പോൾ പരമുവിനെ നോക്കിക്ക് എന്ത് രസമാണെന്ന്. വാവ്, ഈ കണ്ണാടി പരമുവിന് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ചിരിക്കുന്നുണ്ടെന്ന് ഇത് വെച്ചപ്പോൾ പരമുവിൻ്റെ മുഖം തെളിഞ്ഞു. ഇനി പരമുവിനെ നമുക്കൊന്ന് ഫോട്ടോ എടുക്കാം. വാവ്, പരമു ചിരിച്ചേ. വാവ്, പരമു സൂപ്പർ, പരമു അടിപൊളിയായിട്ടുണ്ട്. പരമുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഫോട്ടോ ഒക്കെ ഞാൻ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കും. ഇനി അടുത്ത നമുക്ക് ലില്ലിയാണ് കിട്ടിയിരിക്കുന്നത്. ലില്ലി ഒരു കുശുംബിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളുടെ മുഖമൊക്കെ തെളിഞ്ഞിട്ടില്ല. നോക്കിക്കേ, അവളെ ഞാൻ ഷാമ്പു തേച്ചിട്ടുണ്ട്. അവളുടെ മുഖമൊന്നും അങ്ങനെ ചിരിയൊന്നുമില്ല. അവള് ഒരു ബുദ്ധിമുട്ടിയിരിക്കുന്ന പോലെയാണ്. എനിക്ക് എൻ്റെ കസ്റ്റമർ കൂടുതലും ചിരിച്ചിരിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ അവൾക്ക് ഇങ്ങനെ മുടിയൊക്കെ ഉണക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ആ ടവലൊക്കെ വെച്ച് തോർത്തി കൊടുക്കുന്നുണ്ട്. മുടിയൊക്കെ ഉണക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ എന്തിനാ ഇവിടെ വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവൾക്ക് ഞാൻ ഈ ചെയ്യുന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് തോന്നിയത്. ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് നല്ലതുപോലെ അറിയാനാണ് ഒരുപാട് പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണെന്നൊക്കെ. അപ്പോൾ അവൾക്ക് ചെറുതായിട്ടൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. ഞാൻ അവളുടെ മുടിയൊക്കെ കുറച്ച് കട്ട് ചെയ്തു. എന്നിട്ട് മുടി വളരുന്ന ആ ഓയിൽ തേച്ച് കൊടുത്തപ്പോൾ അവൾക്കൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് എൻ്റെ ആത്മാർത്ഥതയൊക്കെ അവൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഇനി ഈ യെല്ലോ സാധനം എടുത്ത് ഞാൻ അവളിങ്ങനെ മുടിയൊക്കെ ഒന്ന് ചുരുട്ടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ സുഖമുണ്ടല്ലേ. അവളുടെ മുടിയിലൊക്കെ ഭംഗിയൊക്കെ വരുത്തിയാണ്ടില്ലേ. അവളുടെ ലുക്ക് തന്നെ ഞാൻ മാറ്റുന്നത്. ഇതിപ്പോൾ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള കോമ്പിനേഷൻ, ബ്ലാക്കും ഈ റെഡും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി അവൾക്ക് ഡ്രസ്സ് വേണമെങ്കിൽ മാറി കൊടുക്കാം ഗൈസ്. അപ്പോൾ അവൾ പറഞ്ഞു ഡ്രസ്സ് അത് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഡ്രസ്സ് തന്നെ അവൾക്ക് ഇട്ട് ഒരു കണ്ണാടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെയർ ബാൻഡും കൂടെ വെച്ചപ്പോൾ ലില്ലി വാവ് വാവ്, ലില്ലി വാവ്. ഇനി ഒരു മാലയും കൂടി ഇട്ട് കൊടുക്കണം. വാവ്, സൂപ്പർ ആയിട്ടുണ്ട് ലില്ലിയെ കാണാൻ. ഇനി ലില്ലിയുടെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാം. ലില്ലിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതുപോലെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി. ഞാൻ ഉറപ്പായിട്ടും മേക്കപ്പ് ചെയ്തു തരുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്, പിങ്കൂസ്. ഇവളൊരു പാവമാണ്. ഇവളുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയാണ് അവൾ ഒരുങ്ങുന്നത്. അവളെ ബ്രൈഡ് മേക്കപ്പാണ്. ഞാൻ അവളൊന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇവൾ എൻ്റെ നല്ല ഫ്രണ്ട്സാണ്. ഇവളെ സ്ഥിരമായിട്ട് എൻ്റെ കസ്റ്റമറാണ്. ഞാൻ അവളെ ഇച്ചിരി മുടിയൊക്കെ വെട്ടിയൊന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കണം. അവൾ പറഞ്ഞത് ഹെയർ നല്ലതുപോലെ വെട്ടി എടുക്കണമെന്നാണ്. അവൾക്ക് ഹെയറൊക്കെ നീളത്തിലിരിക്കുന്ന ഇഷ്ടമല്ല. എങ്കിലും ഞാൻ ഒരു വിധത്തിൽ ശരിയാക്കി എടുക്കുന്നുണ്ട് ഗൈസ്. അവളുടെ മുടിയൊക്കെ ഞാൻ നല്ലതുപോലെ വെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി മുടിയൊന്ന് നമുക്ക് ഒന്ന് അങ്ങനെ ഒരു സംഭവമൊക്കെ ആക്കി എടുക്കാം. ഇനി മറ്റേ റോസ് കളറുള്ള സംഭവമൊക്കെ കൊടുക്കാം. അതിൻ്റെ ഒന്നും പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അതാണ് സംഭവം എന്ന് പറയുന്നത്.
എടുക്കാം. വാവ്, സൂപ്പർ ആയിട്ടുണ്ട്. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം.